ജീവാനന്ദം പദ്ധതിയിൽ താൽപ്പര്യമുള്ളവർ മാത്രം ചേർന്നാൽ മതിയെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. പഠിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയെന്നും മന്ത്രി അറിയിച്ചു. എന്നാൽ ഈ പദ്ധതി ഒരു നിർബന്ധിത പദ്ധതിയായല്ല വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ പഠിക്കുന്നതിന് വിദഗ്ധരെ ചുമതലപ്പെടുത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ തുടർ നടപടിയെപ്പറ്റി ആലോചിക്കുകയുള്ളൂ. സാർ, ഇപ്പോൾ നമ്മുടെ സർക്കാർ ജീവനക്കാരാണ് പൊതുവിൽ ഈ ഇൻഷുറൻസ് പദ്ധതിയുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ സഹകരണ മേഖലയിലും യൂണിവേഴ്സിറ്റിയിലുള്ളവരെ ഇത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പൊതുമേഖലയിലും ഉള്ളവരെ ചില പദ്ധതികൾ ചേർത്തിട്ടുണ്ട്. പൊതുമേഖലയിലും സഹകരണ മേഖലയിലും ഒന്നും ഇതേപോലുള്ള പെൻഷനില്ല, ആനുവിറ്റി ഇല്ല. അങ്ങനെയുള്ളവർക്ക് സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ ഒരു ആനുവിറ്റി സമ്പ്രദായം കിട്ടുന്നുവെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. അങ്ങനൊരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് സാർ ആലോചിച്ചിട്ടുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇത്രയേറെ പ്രതിഷേധം അതിന് ഉയർന്നു വന്നതെന്ന് മനസ്സിലായതേ ഇല്ല. ഇത്തരം ഒരു പെൻഷനും ഒരു ആനുകൂല്യം ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു പദ്ധതി സർക്കാർ ഗ്യാരണ്ടി തുടങ്ങണ്ട എന്നാണെങ്കിൽ അത് വിമർശിക്കുന്നവർക്ക് അത് പറയാം. പക്ഷേ അങ്ങനൊരു കാര്യമല്ല ആലോചിച്ചിട്ടുള്ളത്. അതിനകത്ത് വേറെ പൊതു താല്പര്യമല്ലാതെ വേറൊരു താല്പര്യം അത് വ്യത്യസ്തം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. നൃപൻ, നേരത്തെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ അടക്കമുള്ളവർ പ്രതിഷേധിച്ചിരുന്നു ഈ വിഷയത്തിൽ. പക്ഷേ ഇന്ന് ഈ വിഷയങ്ങളിലാണ് മന്ത്രി അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. താല്പര്യമുള്ളവർക്ക് ചേർന്നാൽ മതി, അത് മാത്രമല്ല അത് പഠനങ്ങൾക്ക് ശേഷം മാത്രം വരുന്ന ഒരു പദ്ധതിയാണ് എന്ന അർത്ഥത്തിൽ മന്ത്രി വിശദീകരിച്ചു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അജിംഷാദ്, ഈ ജീവാനന്ദം പദ്ധതിയെ സംബന്ധിച്ച് ജീവനക്കാരിടയിൽ വ്യാപകമായി പ്രതിപക്ഷ സംഘടനകൾ തെറ്റിദ്ധാരണ പുലർത്തുന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. വലിയ തരത്തിലുള്ള വ്യാപകമായ പ്രചരണം നടത്തിയിരുന്നു. ഇതിലാണ് നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ സർക്കാർ, പ്രത്യേകിച്ച് ധനമന്ത്രി ഇക്കാര്യത്തിൽ നിയമസഭയിൽ തന്നെ വ്യക്തത വരുത്തിയത്. ജീവാനന്ദം പദ്ധതി നിർബന്ധിതമായി സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന പദ്ധതിയല്ല. ഇതിൽ താല്പര്യമുള്ള ജീവനക്കാർക്ക് ചേരാൻ കഴിയും. ഇന്ത്യയിൽ തന്നെ സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്നതിനേക്കാൾ ഏറ്റവും മാതൃകാപരമായ ഒരു ഇൻഷുറൻസ് പദ്ധതി സർക്കാരിൻ്റെ ചുമതലയിൽ നടത്തുന്നു എന്നതാണ്. ജീവനക്കാർക്ക് ഗുണപ്പെടുന്ന ഒരു പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. സർക്കാരിന് ഇതിൽ വ്യക്തിപരമായ പ്രത്യേകിച്ച് താല്പര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇത് പൊതു താല്പര്യം മുൻനിർത്തി സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ജീവനക്കാരുടെ താല്പര്യങ്ങൾ, അവരുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ളത് ഇടതുപക്ഷമാണ്. അത്തരത്തിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഇക്കാര്യങ്ങളിൽ ഉറച്ചു തന്നെ ഇടതുപക്ഷം മുന്നോട്ട് പോകും. എന്നാൽ ഈ ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വ്യാപകമായ പ്രചരണം ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്നു. പദ്ധതിയെ സംബന്ധിച്ച് പഠനം മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ. പഠനം നടക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എതിർപ്പ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. അജിംഷാദ് സൂചിപ്പിക്കുന്നത് പോലെ ഈ ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച് സർക്കാർ മേഖലയിലെ ജീവനക്കാർക്ക് ഈ ആദ്യഘട്ടത്തിൽ സർക്കാർ ജീവനക്കാർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കുമാണ്. അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് അടക്കം വരുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ജീവനക്കാർക്കും ജീവാനന്ദം പദ്ധതി നടപ്പിലാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ പദ്ധതി സംബന്ധിച്ച് ബഡ്ജറ്റിൽ വയ്ക്കുകയും അത് സംബന്ധിച്ച പഠനം ആരംഭിക്കുമ്പോൾ തന്നെ വ്യാപകമായി എതിർപ്പുണ്ടാകാനുള്ള ശ്രമം ഉണ്ടാകുന്നു. ഇതിനെതിരെയാണ് മന്ത്രി മറുപടി നൽകിയത്. മാത്രമല്ല, ജീവനക്കാരെ സംരക്ഷിക്കുന്ന നടപടിയുടെ ഭാഗമായാണ് ഈ പദ്ധതി. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഏത് കാലത്തും സംരക്ഷിക്കുന്ന സർക്കാരാണ് ഇടതു സർക്കാർ. കേരളത്തെ തകർത്ത് കളയാമെന്ന് കരുതുന്നവർക്കും കൈയടിക്കാൻ പ്രതിപക്ഷം നിന്നു കൊടുക്കരുത്. പ്രതിപക്ഷം ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം വായിക്കുകയാണ് എന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സഭയിൽ പറഞ്ഞു. അജിംഷാ, തീർച്ചയായും, കാരണം ജീവാനന്ദം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ജീവനക്കാരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ക്ഷേമ പദ്ധതികൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ വികസിക്കുന്ന ഒരു സംഭവഗതിയെ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പിടിച്ചെടുക്കാനുള്ള നിലപാടാണ് എന്നൊക്കെ അർത്ഥത്തിൽ വളരെ കക്ഷി രാഷ്ട്രീയ അധിഷ്ഠിതമായിട്ടാണ് പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത്. മാർച്ച് നടത്തുന്നു പല സംഘടനകളും. പക്ഷേ ഈ കാര്യത്തിലാണ് വ്യക്തത വന്നിരിക്കുന്നത്. ഇത് ഇത്തരത്തിലൊരു പദ്ധതി, അതിനെക്കുറിച്ച് പഠിക്കുകയാണ്, പഠിച്ച് ഗുണപരമാണെങ്കിൽ മാത്രം നടപ്പാക്കുകയും താല്പര്യമുള്ള ജീവനക്കാർക്ക് മാത്രം ഈ പദ്ധതിയിൽ ചേർന്നാൽ മതി, അതെന്ന് വ്യക്തത വരുത്തുന്നു നിയമസഭയിൽ മന്ത്രി. അല്ലേ നൃപൻ? തീർച്ചയായും അജിംഷാദ്, വ്യാപകമായിട്ടുള്ള പ്രചരണം ഇത് ജീവനക്കാരെ മുൻനിർത്തി നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറഞ്ഞാൽ ധനമന്ത്രി ബാലഗോപാൽ സഭയിൽ പറഞ്ഞ അവസാനത്തെ മറുപടിയിൽ പറഞ്ഞൊരു ഭാഗം തന്നെയാണ്. ഈ പദ്ധതിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ എതിർക്കാം, പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ പറയുന്ന കാരണങ്ങൾ ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ്. ഇത് സർക്കാർ ജീവനക്കാർക്ക് സംബന്ധിച്ച് അവർക്ക് ആനുകൂല്യം ലഭിക്കുന്ന ഒരു പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നു. ഒരു തരത്തിലുള്ള നിർബന്ധ ബുദ്ധിയും സർക്കാരിനെ സംബന്ധിച്ചിടത്തില്ല. ചേരേണ്ടവർക്ക് ചേരാം, നിർബന്ധമില്ല. ഇത് ഈ പറഞ്ഞ
സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ മുഴുവൻ മറച്ചു വെച്ചിട്ടാണ് വ്യാപകമായി പ്രചരണം നടത്തുന്നത്. പ്രതിപക്ഷ സംഘടനകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അജിത് ഷാ സൂചിപ്പിച്ചതുപോലെ അത് വ്യാപകമായി ഇത് വളച്ചൊടിക്കുന്ന പ്രചരണം നടക്കുന്നത് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് വീണ്ടും പിടിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള അടിച്ചേൽപ്പിക്കലാണ് ജീവാനന്ദ പദ്ധതി എന്നതിലുള്ള പ്രചരണം ഉണ്ടായിരുന്നത്. അതാണ് ബാലഗോപാൽ പറഞ്ഞ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ജീവനക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രഖ്യാപിച്ചൊരു പദ്ധതിയെ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് ശരിയല്ല. പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറണം. മാത്രമല്ല ഈ കേരളത്തിലെ സർക്കാർ തകരണം എന്ന് കരുതുന്നവർക്കൊപ്പം കൈയടിക്കുന്നതായി പ്രതിപക്ഷം മാറരുത് എന്നും KN ബാലഗോപാൽ സഭയിൽ പറഞ്ഞു. ശരി, നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. ജീവാനന്ദം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ.